ഒക്കെ താലി. അഥർവും ശ്രീനന്ദയും വീട്ടിലെത്തിയപ്പോൾ ആര്യൻകുട്ടൻ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനോടൊപ്പം മാധവനും ഇരിപ്പുണ്ട്. എല്ലാവർക്കുമുള്ള വസ്ത്രങ്ങളുമായി ശ്രീനന്ദയാണ് അകത്തേക്ക് ആദ്യം കയറി വന്നത്. ഓടി വന്ന ആര്യൻ അവളെ ചുറ്റിപ്പിടിച്ചു. ആര്യൻകുട്ടാ, ദാ ആന്റി മോനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, കാണിക്കട്ടെ. എന്താ ആന്റി? വാ, അകത്തേക്ക് വാ. അവൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഹോളിലേക്ക് കയറി. ഇന്ദിര അടുക്കളയിലായിരുന്നു. ഭവാനിയമ്മ വരാത്തതുകൊണ്ട് കുറച്ച് ജോലികൾ കൂടുതലുണ്ടായിരുന്നു. അമ്മേ, നന്ദ നീട്ടി വിളിച്ചതും അവർ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. ആ മോളെ, എല്ലാം വാങ്ങിയോ? വാങ്ങിയമ്മേ. അമ്മ വന്നേ. ഈ സാരിയൊക്കെ ഇഷ്ടായോ നോക്കി. എന്റെ മോള് വാങ്ങിത്തരുന്നതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടാകും. ഓ, കാണാതെ തന്നെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞോ? അത് കൊള്ളാമല്ലോ. അഥർവിന്റെ ശബ്ദം കേട്ട് ഇരുവരും വാതിൽക്കലേക്ക് നോക്കി. അവനും അച്ഛനും വന്ന് കസേരകളിലിരുന്നു. ശ്രീനന്ദ ആദ്യം എടുത്തത് ആര്യൻകുട്ടനുള്ള വസ്ത്രങ്ങളാണ്. ഒരു ജീൻസും ഷർട്ടും. ആന്റി, സൂപ്പർ. ഇത് തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ആന്റിയോട് പറഞ്ഞത്? ടിവിയിൽ ഏതോ ഒരു പ്രോഗ്രാം കണ്ടപ്പോ ഒരു കുട്ടി ഇതുപോലെ ജീൻസും ഷർട്ടും ഇട്ട് നിൽക്കുന്നത് ആര്യൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്ന് അവൻ ശ്രീനന്ദയോട് പറഞ്ഞിരുന്നു, ഇനി വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഷർട്ട് വേണമെന്ന്. അവൻ സാധാരണയായി ബനിയനും ടീഷർട്ടുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതാദ്യമായിട്ടാണ് ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഇടുന്നത്. ശ്രീനന്ദ അവനെ അപ്പോൾ തന്നെ ആ ഡ്രസ്സ് ഇടിവിച്ചു നോക്കി. ഒരു വലിയ ആളെ പോലെ ഞെളിഞ്ഞു നടക്കുന്ന ആര്യനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അവന് 2-3 ജോഡി വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാകമായിരുന്നു. അവൻ സന്തോഷത്തോടെ ശ്രീനന്ദയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. മോനി, ദാ മോന്റെ അച്ഛനാ ഇതൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. അച്ഛൻ ഉമ്മ കൊടുക്കുന്നില്ലേ? അവൾ ചോദിച്ചതും ആര്യൻകുട്ടൻ ഓടി വന്ന് അഥർവിനും ഉമ്മ കൊടുത്തു. പിന്നീട് അവൾ അമ്മയ്ക്ക് വാങ്ങി സാരിയെടുത്ത് ഇന്ദിരയെ ഏൽപ്പിച്ചു. ഒരു റാണി പിങ്ക് നിറമുള്ള കാഞ്ചീപുരം സാരിയായിരുന്നു അത്. അതിനോടൊപ്പം റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള മറ്റൊരു സാരി കൂടിയുണ്ട്. മോളെ, ഇത് എന്തിനാ ഇതെല്ലാം കൂടി വാങ്ങിക്കൂട്ടിയത്? എനിക്ക് ഈ ഒരെണ്ണം മതിയായിരുന്നു. സാരയില്ലമ്മേ, ഇരിക്കട്ടെ. ഈ 2 കളറും കണ്ടപ്പോ അമ്മയ്ക്ക് നന്നായി ചേരുമെന്ന് തോന്നി. നന്ദ പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛന് ലൈറ്റ് ഷെയ്ഡിലുള്ള ഷർട്ടും പാൻറ്റും, അതുപോലെ നന്ദയ്ക്ക് ചുരിദാറും സാരിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ചു സമയം സംസാരിച്ചിരുന്ന ശേഷം നന്ദ വസ്ത്രങ്ങളുമായി മുറിയിലേക്ക് പോയി. അഥർവിന് ഫോൺ കോളുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക് കടക്കുന്തോറും അവൻ തിരക്കുള്ള ഒരാളായി മാറുകയാണ്. രാത്രിയില് അത്താഴം കഴിക്കാൻ നേരത്ത് ശ്രീനന്ദ ഇന്ദിരയോട് സംഗീതയുടെ വിവരങ്ങൾ പറയുന്നത്. അമ്മേ, കഴിഞ്ഞ ദിവസം സംഗീത ചേച്ചിയെ കണ്ട ഷോപ്പിലേക്ക് ഞാൻ ഇന്നും ചെന്നിരുന്നു. എന്നിട്ടോ മോളെ, അവളവിടെ ഉണ്ടായിരുന്നോ? ഇല്ലമ്മേ, ചേച്ചിയുടെ കാര്യം ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് തിരക്കി. അപ്പോഴാണ് അവർ പറയുന്നത് ചേച്ചി ഹോസ്പിറ്റലിലാണെന്ന്. അയ്യോ, എന്തു പറ്റി മോളെ? അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീനന്ദ അമ്മയോട് പറഞ്ഞു. ഈശ്വര, അത് കഷ്ടായിപ്പോയല്ലോ. നിവൃത്തിയൊക്കെയുള്ളവരാണോ മോളെ? ഇനി പണത്തിനൊക്കെ ആവശ്യമുണ്ടോ? ഒന്നും അറിയില്ലമ്മേ. നമ്മുടെ കമ്പനിയിലെ പാർട്ടി കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകാൻ നേട്ടം പറഞ്ഞു. ഒന്ന് പോയി കാണുമോളെ. എന്തായാലും നിന്റെ അമ്മാവിന്റെ മകളല്ലേ. സിന്ധുവിന്റെ അവസ്ഥയും നമ്മൾ അറിഞ്ഞത്. എല്ലാവരും ഒത്തുപോകുന്നെങ്കിൽ പോവട്ടെ. ആ പെണ്ണിന്റെ ഗതി അതാണെന്ന് കരുതിയാ മതി. ഇന്ദിര പറയുന്നത് കേട്ട് നന്ദയ്ക്ക് വലിയൊരു ആശ്വാസം തോന്നി. സത്യം പറഞ്ഞാല് സംഗീതയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഇന്ദിര എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുമെന്നാണ് അവൾ കരുതിയത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുന്നതല്ലേ അർത്ഥമുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടിരുന്നാൽ വല്ല സമാധാനവും കിട്ടുമോ? സത്യമേ, അമ്മ പറഞ്ഞത് 100% സത്യമാണ്. ശ്രീനന്ദ അവരെ അനുകൂലിച്ചു. ഇനി സംഗീത വന്ന ചിലപ്പോൾ സിന്ധുവിനും കുറെ ആശ്വാസം കിട്ടുമായിരിക്കും മോളെ. അവരുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ. സത്യം പറഞ്ഞ മോളോട് അവർ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. എങ്കിലും നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരിടം തന്നില്ലേ, അങ്ങനെ കരുതിയാ മതി. അമ്മ ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. അഥർവിന്റെ ശബ്ദം കേട്ട് അമ്മയും മകളും നോക്കിയപ്പോ കയ്യിലൊരു ബോട്ടിലുമായി അവൻ അടുക്കളയിലേക്ക് വരികയാണ്. വെള്ളമെടുക്കാൻ വന്നതായിരുന്നവൻ. എന്താടാ മോനെ? അമ്മേ, സമാധാനമായിട്ട് നന്ദ ആ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും ഇന്ദിര നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ശരിയാണ് മോനെ, സമാധാനം എന്ന വാക്ക് ഈ കുഞ്ഞിനവിടെ ഒരിക്കലും കിട്ടിയിട്ടില്ല. അത് സത്യമാണ്. പക്ഷെ ഇവൾ ചെറിയ പ്രായത്തിലവിടെ വന്നു കയറിയതാ. എന്തൊക്കെയായാലും സിന്ധുവിന്റെ കൂടെയല്ലേ ഈ കുഞ്ഞ് കഴിഞ്ഞത്. അതോർത്തു പറഞ്ഞതാ.
ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും സഹായിച്ചതുമൊക്കെ ഞാൻ അങ്കിളിനെ ഓർത്ത് മാത്രമാണ്. പാവം മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ അവരോടും ആ മക്കളോടും എനിക്കൊരിക്കലും പൊറുക്കാൻ പറ്റില്ലമ്മേ. അത്രമാത്രം ദുഷ്ടരാണ് ആ 3 പേരും. നന്ദയോർത്ത് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അഥർവിന്റെ ശബ്ദം അല്പം ഗൗരവത്തിലായി. പോട്ടെ മോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ വെറുതെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ആയിക്കോട്ടെ, ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഇന്ദിര പറഞ്ഞു. അഥർവ് വെള്ളവും എടുത്ത് മുറിയിലേക്ക് പോയി. നന്ദ അമ്മയെ സഹായിച്ച ശേഷം കിടക്കാനായി മുറിയിലെത്തിയപ്പോഴേക്കും ആര്യൻകുട്ടൻ ഉറങ്ങിയിരുന്നു. ഉറങ്ങിയോ? അവൾ അവന്റെ അടുത്തേക്ക് പതിയെ വന്നു. കുറച്ചു സമയം അവളെ തന്നെ നോക്കി നിന്ന ശേഷം അവൻ പറഞ്ഞു, ആ, ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. ഏട്ടൻ എന്തിനാ വെറുതെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞത്? ശ്രീനന്ദ മുഖം വീർപ്പിച്ചുകൊണ്ട് അഥർവിന്റെ അടുത്തേക്ക് ഇരുന്നു. പിന്നെ താൻ വരുന്നത് പാതിരാത്രി 12 മണിക്കാണെങ്കിൽ അതുവരെയും ഇവൻ ഉറങ്ങാതെ തന്നെ നോക്കിയിരിക്കണോ? അവന്റെ ശബ്ദവും മാറി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുഞ്ഞിനെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ താൻ എന്തു ചെയ്യും? അഥർവത്തിലെ ദേഷ്യത്തോടെ നോക്കിയത്. നന്ദയ്ക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അവളുടെ മുഖം മാറുന്നത് കണ്ട് അഥർവിന് ചിരി പൊട്ടി. പറയൂ നന്ദ, ഞാൻ എന്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ തനിക്ക് എന്താ പ്രോബ്ലം? അതുകൂടി കേട്ടതോടെ നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനോടൊന്നും മിണ്ടാതെ അവൾ കുഞ്ഞിന്റെ അരികിലായി കയറി കിടക്കാനാഞ്ഞതും അഥർവ് അവളെ കോരിയെടുത്ത് ഓഫീസ് റൂമിലേക്ക് പോയി. ഏട്ടാ, ഇതെന്തായി കാണിക്കുന്നത്? നീ എന്നെ താഴെ നിർത്തുന്നുണ്ടോ? അവൾ കയ്യും കാലോട്ട് അടിക്കാൻ തുടങ്ങി. അടങ്ങിയിരിക്കടി, ഇല്ലെങ്കിൽ നിനക്കിട്ട് ഞാൻ നല്ലൊരു പിച്ചു വെച്ച് തരും. അവൻ അവളുടെ ഇടുപ്പിലേക്ക് ചെറുതായി ഒന്ന് പിച്ചിയതു. നന്ദ അടിമുടി വിറച്ചുപോയി. ഓഫീസ് റൂമിൽ എത്തിയ ശേഷമാണ് അഥർവ് അവളെ താഴെ ഇറക്കിയത്. ശ്രീനന്ദയാണെങ്കിൽ മിങ്ങി പൊട്ടുന്ന മട്ടിലാണ് നിൽപ്പ്. എന്തുപറ്റി, താൻ കരയാൻ പോവാണോ? അവൻ കളിയാക്കി ചോദിച്ചതും നന്ദയ്ക്ക് സങ്കടം കൂടി. ഏട്ടൻ എന്തിനാ ആര്യൻകുട്ടൻ ഏട്ടന്റെ മാത്രം മോനാണെന്ന് പറയുന്നത്? ഞാൻ അവന്റെ അമ്മയല്ലേ? ആണോ? പിന്നല്ലാതെ. ഓ, അത് ശരി. ഈ അമ്മക്കുട്ടി ഇത്തിരി കൂടി മച്ചുവേർഡാകാനുണ്ട് കേട്ടോ. ഓ പിന്നെ, എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ചിലപ്പോ എനിക്ക് തോന്നും ആര്യൻകുട്ടിനേക്കാൾ ഇളയത് താനാണെന്ന്. ഓഹോ, അതെപ്പോഴാ തോന്നി? ഇടുപ്പിൽ കൈയും കൊടുത്ത് അവൾ അഥർവിനോട് ചോദിച്ചതും അവൻ തന്റെ വലം കൈ കൊണ്ട് ആ പെണ്ണിനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി. അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. തന്റെ പിണക്കവും പരിഭവവും ഒക്കെ ഒന്ന് കാണാൻ. എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പരിഭവത്തോടെ അവൾ പറഞ്ഞു. ഫീൽ ചെയ്തത് ഞാൻ മാറ്റിത്തരട്ടെ? ഏ തനിക്ക് ഫീൽ ചെയ്തതൊക്കെ ഞാനങ്ങ് മാറ്റിത്തരട്ടെ എന്ന്. എങ്ങനെ? ദാ ഇതുപോലെ. അഥർവ് അവളുടെ കവിളിൽ മീശത്തുമ്പവും ദിക്കിളി കൂട്ടി. ഏട്ടാ, ഈയിടെയായി ഭയങ്കര കുറുമ്പാണല്ലോ. പിന്നല്ലാതെ, എന്റെ പെണ്ണിനോടല്ലാതെ പിന്നെ ആരുടെ അടുത്താ ഞാൻ കുറുമ്പ് കാണിക്കേണ്ടത്? അവൻ അവളെ ചേർത്ത് പിടിച്ച് ഇക്കിളി കൂട്ടി. മെല്ലെ അവന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് ചേർന്നു. ആ മൃദുലതയിൽ മുഖമമർത്തി പുൽകുവാൻ അവന് വലിയൊരു ഉൾപ്രേരണ തോന്നിയെങ്കിലും അഥർവ് തന്റെ പെണ്ണിനെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അതെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നന്ദ കുറുകിക്കൊണ്ട് അവനെ നോക്കി. എന്താടാ? പിന്നെ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്ത്? അല്ല, 6 മാസം കൂടി കഴിഞ്ഞാ നമുക്ക്. നാണം കൊണ്ട് ബാക്കി പറയാനാവാതെ അവൾ ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അഥർവ് ഒരു നിമിഷം കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കിക്കൊണർന്നു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എന്റെ നന്ദക്കുട്ടി. കാതോരം വീണ അവന്റെ വാക്കുകൾ കേട്ട് ശ്രീനന്ദ പുളകിതയായി. എനിക്കും സത്യം എന്റെ ജീവനേക്കാളേറെ ഇഷ്ടമാണ് ഏട്ടനെ നമ്മുടെ ആര്യൻകുട്ടനെ. നന്ദ അവന്റെ ഇരു കവളുകളിലും മാറി മാറി മുത്തം കൊടുത്തു. ഈശ്വരൻ എനിക്കായി കാത്തുവെച്ച സ്വത്താണ് നിങ്ങൾ രണ്ടാളും, അവൾ വീണ്ടും വികാരപരിധിയായി പറഞ്ഞു. ഒരുപാട് നേരം അഥർവ് നന്ദയുമായി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കൂടുതലും ബിസിനസ് കാര്യങ്ങളായിരുന്നു. അവൾക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നെങ്കിലും അഥർവ് പറയുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ നന്ദ കേട്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞാണ് അന്നവർ ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ സജീവന്റെ കോളാണ് അഥർവിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയത്. അവൻ ഫോൺ എടുത്തു. ഹലോ അങ്കിൾ. ആ, മോനെ തിരക്കാണോ?
ഞാൻ എണീറ്റില്ലായിരുന്നെങ്കിൽ. അയ്യോ, ഞാൻ കരുതി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. അങ്കിൾ കാര്യം പറഞ്ഞോളൂ. അല്ല മോനെ, സിന്ധുവിന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെയോ? ഉം മോനോട് അതൊന്നും പറയാനായിരുന്നു. ഇന്നലെ ഇന്ന് രാവിലെയും മെഡിറ്റേഷനൊക്കെ ചെയ്തു. അവളിപ്പോ സാധാരണ പോലെ സംസാരിക്കാനൊക്കെ തുടങ്ങി. നല്ല കാര്യമാണല്ലോ അങ്കിൾ. അതേ മോനെ, ഇതിനൊക്കെ നന്ദി പറയേണ്ടത് മോനോടാണ്. അതുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ വിളിച്ചത്. ഏയ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ. ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം. എന്തായാലും കൃത്യസമയത്ത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. ഓരോ ദിവസം വൈകും തോറും ആന്റിയുടെ അവസ്ഥയെക്കുറിച്ച് ക്രിട്ടിക്കലായി മാറുമായിരുന്നല്ലോ. അതേ മോനെ, ഡോക്ടറും പറഞ്ഞു ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നത് വളരെ നന്നായി എന്ന്. ശ്രീമോൾ എവിടെ? നന്ദ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അതെയോ? മോനൊന്ന് പറഞ്ഞേക്കണേ. പറയാങ്കിൾ, ഞാൻ പറയാം. ഉം, ശരി മോനെ. അയാൾ കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും നന്ദ എണീറ്റു. ആരായിട്ടാ വിളിച്ചത്? അങ്കിളായിരുന്നു. അതിർവ് സജീവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീനന്ദയോട് പറഞ്ഞു. എല്ലാം ഒന്ന് ഭേദമായാൽ മതിയായിരുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നല്ലോ അല്ലേ? എടോ, പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഏകദേശം 1 മാസത്തോളം സമയമെടുക്കും. ഞാൻ ധ്രുവിനെ വിളിച്ച് ചോദിച്ചു. ഇപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാൻ വേണ്ടിയാ അങ്കിൾ വിളിച്ചത്. ശരിയാകും അല്ലേ ഏട്ടാ? പിന്നെ ശരിയാവാതെ എവിടെ പോവാനാ? അവൻ എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നു. ശ്രീനന്ദിയും രാവിലെ തന്നെ എണീറ്റ് അമ്മയെ സഹായിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. അതിർവിന് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അവർ രണ്ടാളും കൂടി റെഡിയാക്കി. ശ്രീനന്ദിക്ക് 1-2 പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കമ്പനിയിൽ പോകണം. അക്കാര്യം അവൾ അതിർവിനോട് പറഞ്ഞപ്പോ, എന്തിനാണ് പുതിയൊരു കമ്പനി തേടി പോകുന്നത്? തനിക്ക് നമ്മുടെ സ്വന്തം കമ്പനിയിലേക്ക് വരാലോ എന്നായിരുന്നു അവന്റെ മറുപടി. ഏട്ടാ, എങ്കിൽ പിന്നെ പാർവതിയെ കൂടി കൂട്ടിയാലോ? ആയിക്കോട്ടെ, അവൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി പോരെ. എന്നത്തേക്കാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മിസ്സിനോട് ചോദിച്ചിട്ട് പറയാം, അവൾ അവനെ അറിയിച്ചു. പാർവതി വന്നാലും വന്നില്ലെങ്കിലും താൻ നമ്മുടെ കമ്പനി പ്രോജക്റ്റ് ചെയ്യാൻ മതി, കേട്ടല്ലോ? ശരിയേട്ടാ, അവൾ തലകുലുക്കി. അങ്ങനെ അതർ ഓഫീസിലേക്ക് പോയി. ശ്രീനന്ദയ്ക്കും അമ്മയ്ക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. ആര്യൻകുട്ടിനെ സ്കൂളിലേക്ക് വിട്ട ശേഷം മാധവന്റെ ഒപ്പമാണ് അവർ ടൈലറിംഗ് സെന്ററിലേക്ക് പോയത്. രണ്ടാളും കൂടി ബ്ലൗസിന്റെ അളവൊക്കെ കൊടുത്ത ശേഷം ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഉച്ചയോടടുത്താണ് വീട്ടിൽ തിരിച്ചെത്തിയത്. പിന്നീട് 2 ദിവസങ്ങളും അതർവ് നല്ല തിരക്കിലാണ്. കാരണം ഓഫീസിലെ പാർട്ടി, അതിനോടൊപ്പം പുതിയ ബിസിനസ് മീറ്റിംഗ് എല്ലാം കൂടി ആയപ്പോ അവൻ ആകെ വലഞ്ഞുപോയി. ബിസിനസ് പാർട്ടി അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ അവൻ പ്ലാൻ ചെയ്തത്. ശ്രീനന്ദയ്ക്കും ഇന്ദിരയ്ക്കും സാരിയൊക്കെ അടിപൊളിയായിട്ട് ഉടുക്കുവാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോകണമെന്ന് ഇന്ദിര മാധവനോട് പറഞ്ഞു. അതിനെന്താ, താനതൊക്കെ റെഡിയാക്കിക്കോ. എപ്പോഴാണ് ടൈമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. മാധവൻ പറയുന്നത് കേട്ടതും ഇന്ദിര ഹാപ്പിയായി. അപ്പോൾ തന്നെ അവൾ ആ വിവരം നന്ദയെ അറിയിക്കുകയും ചെയ്തു. നന്ദയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പാർവതിയെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അവളന്ന് മറ്റെന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞു മാറി. അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നെത്തി. തുടരും. വായിച്ചിട്ട് സപ്പോർട്ട് തരണേ. മറക്കല്ലേ കൂട്ടുകാരെ. സ്നേഹത്തോടെ, സ്വന്തം മിത്ര. താങ്ക് യു.